ഹലോ എവ്രി വൺ, എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ന്യൂ SCRT സീരീസിൽ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ അടിസ്ഥാന ശാസ്ത്രത്തിൻ്റെ പാഠഭാഗങ്ങളാണ് പഠിച്ചു വന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 6th സ്റ്റാൻഡേർഡിലെ അടിസ്ഥാന ശാസ്ത്രം ഭാഗം 1 എന്ന ഈ ഒരു ടെക്സ്റ്റ് ബുക്കിലെ അവസാനത്തെ അധ്യായമാണ്. അതായത് ഈ ഒരു ടെക്സ്റ്റ് നമ്മളിന്ന് കംപ്ലീറ്റ് ചെയ്യാണ്. അപ്പോൾ പദാർത്ഥങ്ങളുടെ കൂട്ടായ്മ എന്ന 5th ചാപ്റ്ററാണ് ഇന്നത്തെ ദിവസം നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അധ്യായം 5 പദാർത്ഥങ്ങളുടെ കൂട്ടായ്മ. ഇപ്പോൾ നമ്മുടെ നിത്യജീവിതം തന്നെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഒട്ടേറെ പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. പല പദാർത്ഥങ്ങൾ വിവിധ രീതിയിൽ കൂട്ടിച്ചേർത്ത് നമ്മൾ മിക്ക സന്ദർഭങ്ങളിലും ഉപയോഗിക്കാറുണ്ട്. ഇങ്ങനെ കൂട്ടിച്ചേർക്കുമ്പോൾ അതിൻ്റെ വൈവിധ്യത്തിനും മനോഹാരിതയ്ക്കുമൊക്കെ നമ്മുടെ നിത്യജീവിതത്തിൽ നല്ല രീതിയിലുള്ള പങ്കുണ്ട്. ഇപ്പോൾ ഭക്ഷണ പദാർത്ഥമാകട്ടെ അല്ലാതെയും ഒക്കെ നമ്മൾ മിക്സ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക കൂട്ടിച്ചേർത്ത ഒരുപാട് പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ പദാർത്ഥങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ ആദ്യം ഒരു കുട്ടി ഇവിടെ തന്നിരിക്കുന്ന ഈ ഒരു ഭക്ഷണ പദാർത്ഥത്തെക്കുറിച്ച് കുട്ടി പറയുന്നുണ്ട്. ഇതെന്തിനാ പല വസ്തുക്കൾ ഈ ആഹാരത്തിൽ കൂട്ടിക്കലർത്തിയത്? ഇതിൽ ചിലത് എനിക്ക് തീരെ ഇഷ്ടമല്ല. അപ്പോൾ അച്ഛൻ എന്താ പറയുന്നത്? പലഹാരത്തിൻ്റെ ഈ പ്രത്യേകതയാണ് പിന്നീട് അതിൻ്റെ പേരായിട്ട് മാറിയിട്ടുള്ളത്. അപ്പോൾ ഈ കുട്ടിയുടെ മുമ്പിലുള്ള ഈ ഒരു ആഹാരത്തിൽ എന്തൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്? ഈ ഒരു ആഹാര പദാർത്ഥത്തിൽ നിലക്കടല, പൊരിക്കടല, കറിവേപ്പില, ഉപ്പ്, മുളക് പൊടി അങ്ങനെ ധാരാളം ഐറ്റംസ് ആഡ് ചെയ്തിട്ട് മിക്സ്ഡ് ആക്കി തരുന്ന മിക്സ്ചറാണ് ഇത്, അല്ലേ? അപ്പോൾ പലതരത്തിലുള്ള പദാർത്ഥങ്ങൾ ഒന്നിച്ചു കൂട്ടിക്കലർത്തി നമ്മൾ കഴിക്കുന്ന ഒരു ആഹാരമാണിത്. ഇങ്ങനെ വൈവിധ്യമാർന്ന ഇത്തരം വസ്തുക്കൾ നമ്മൾ നിത്യജീവിതത്തിലുണ്ട്. അപ്പം ആഹാരം ഉണ്ടാക്കുന്നതിനായി ഉപയോഗിക്കുന്ന നിരവധി വസ്തുക്കളെ കുറിച്ച് നമുക്കറിയാം. അതുപോലെ തന്നെ കൃഷി, ആരോഗ്യം, നിർമ്മാണം തുടങ്ങിയ മേഖലകളിലൊക്കെ പല വസ്തുക്കൾ കൂട്ടിച്ചേർത്താണ് പുതിയ വസ്തു ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാം, കമ്പോസ്റ്റ്, കോൺക്രീറ്റ് ഇവയെല്ലാം എന്താണ്? പല വസ്തുക്കൾ കൂട്ടിച്ചേർത്തുണ്ടാക്കുന്ന പുതിയ മറ്റൊരു വസ്തുവാണ്. ഇവിടെ ചോദിച്ചിട്ടുണ്ട് കോൺക്രീറ്റ് എന്തെല്ലാം ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നതെന്ന്. ഇപ്പോൾ സിമൻറ്റ്, മണൽ, മെറ്റൽ, വെള്ളം ഇവയെല്ലാം ചേർത്തൊരു മിശ്രിതമായിട്ട് എടുക്കുമ്പോഴാണ് ഈ പറഞ്ഞ കോൺക്രീറ്റ് തയ്യാറായി വരുന്നത്. അപ്പോൾ ഇത്ര നേരം നമ്മൾ പറഞ്ഞ കോൺക്രീറ്റ്, കമ്പോസ്റ്റ്, മിക്സ്ചർ ഇവയുടെയൊക്കെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? ഇവ ഓരോന്നും എന്താണ്? ഒന്നിലധികം പദാർത്ഥങ്ങൾ ചേർന്ന് ഉണ്ടാകുന്നതാണ്. ഇവിടെ താഴെ നൽകിയിട്ടുള്ള സാലഡ്, മാങ്ങ അച്ചാർ ഇവ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇവയിൽ എന്തൊക്കെയാണ് സാധാരണ ഉപയോഗിക്കുന്നത്? ഇപ്പോൾ സാലഡിലാണെങ്കിൽ ഉള്ളി, തക്കാളി, വെള്ളരിക്ക, ക്യാരറ്റ് ഉപയോഗിക്കാറുണ്ട്, പച്ചമുളക്, തൈര്, ഉപ്പ് അങ്ങനെയൊക്കെ ഉപയോഗിക്കാറുണ്ട്. മാങ്ങാച്ചാറിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ്? മാങ്ങ, പച്ചമുളക്, വിനാഗിരി പോലെയുള്ള വസ്തുക്കളൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പം ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ ആഹാരം രുചികരമാക്കുന്നതിനായിട്ട് ഓരോ ഘടക പദാർത്ഥങ്ങൾക്കും അവ ചേർക്കേണ്ടുന്ന അളവിനും പ്രാധാന്യമുണ്ട്. ഓരോ നിശ്ചിത അളവിൽ ഉപയോഗിച്ചെങ്കിലാണ് അവ അതിൻ്റേതായിട്ടുള്ള സ്വാദോടുകൂടി നമുക്ക് കിട്ടുള്ളൂ. അങ്ങനെ വിവിധ വസ്തുക്കൾ പല രീതിയിൽ ചേർത്താണ് നമ്മൾ സാലഡൊക്കെ തയ്യാറാക്കുന്നത്. ഇങ്ങനെ നിത്യേന നമ്മൾ കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങൾക്കെല്ലാം തന്നെ അങ്ങനെ പല വസ്തുക്കൾ ചേർത്താണ് നമ്മൾ നിത്യേന കഴിക്കുന്ന പല ആഹാര പദാർത്ഥങ്ങളും ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ മിശ്രിതങ്ങൾ എന്നൊരാശയത്തിലേക്കാണ് ഇങ്ങനെ നമ്മൾ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ കോൺക്രീറ്റ്, കോമ്പോസ്റ്റ്, മിക്സ്ചർ, സാലഡ്, മാങ്ങാച്ചാർ ഇവയിലെല്ലാം തന്നെ എന്താണ്? വിവിധ തരത്തിലുള്ള ഘടകങ്ങളുണ്ട്, ഒന്നിലധികം ഘടകങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇവയെല്ലാം തന്നെ മിശ്രിതങ്ങളാണ്. ഓക്കെ, അപ്പോൾ എന്താണ് മിശ്രിതം? ഒന്നിലധികം വസ്തുക്കൾ ചേർന്നുണ്ടാകുന്ന പദാർത്ഥങ്ങളെയാണ് മിശ്രിതങ്ങൾ അഥവാ മിക്സ്ചേഴ്സ് എന്ന് പറയുന്നത്. ഒന്നിലധികം വസ്തുക്കൾ ചേർന്നുണ്ടാകുന്ന പദാർത്ഥങ്ങളെ മിശ്രിതം എന്ന് പറയുന്നു. ഇവിടെ എങ്ങനെ മിശ്രിതം ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. കുറച്ച് ആവശ്യമായിട്ടുള്ള സാധന സാമഗ്രികളുടെ ലിസ്റ്റ് തന്നിട്ടുണ്ട്. ശേഷം എങ്ങനെയാണ് മിശ്രിതം തയ്യാറാക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് തയ്യാറാക്കിയ മിശ്രിതത്തിൻ്റെ പേര്, അതിലുപയോഗിച്ചിട്ടുള്ള ഘടക പദാർത്ഥങ്ങൾ, ഒന്നുമില്ല, ജസ്റ്റ് മിശ്രിതം എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ടാണ്. കുട്ടികളുടെ ചാപ്റ്റർ ആണല്ലോ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ലാളിത്യത്തിൽ കൊടുത്തിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ ഇവിടെ ഉദാഹരണത്തിന് നാരങ്ങ വെള്ളം നമ്മൾ തയ്യാറാക്കുമ്പോൾ നാരങ്ങ വെള്ളം എന്ന മിശ്രിതത്തിൽ എന്തെല്ലാം ഘടക പദാർത്ഥങ്ങളുണ്ട്? നാരങ്ങ നീര്, പഞ്ചസാര, ഉപ്പ്, ജലം ഇവയെല്ലാം ചേർത്താണ് നമ്മൾ നാരങ്ങ വെള്ളം ഉണ്ടാക്കുന്നത്. ഓക്കെ, പഞ്ചസാര മാത്രമോ അല്ലെങ്കിൽ ഉപ്പ് മാത്രമോ ഉപയോഗിക്കാം, അങ്ങനെയല്ല. നമ്മളിപ്പോൾ പറഞ്ഞു വന്നത് ഒന്നിലധികം പദാർത്ഥങ്ങൾ ഇവിടെ ഉപയോഗിക്കുന്നു. അവ അതിൻ്റേതായിട്ടുള്ള അളവിൽ ഉപയോഗിക്കുമ്പോൾ കൃത്യമായ സ്വാദുള്ള, കൃത്യമായ അളവിലുള്ള ഒരു മിശ്രിതം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതുപോലെ മിശ്രിതം എന്ന് പറയുമ്പോൾ ഖരവസ്തുക്കൾ ചേർന്നാലും മിശ്രിതമാകും,
അല്ലെങ്കിൽ ദ്രാവകവും ഖരവും ചേർന്നാലും മിശ്രിതമാകും, ദ്രാവകവും ചേർന്നാലും മിശ്രിതമാകും. ഓക്കെ, അപ്പോൾ ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ട് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള എല്ലാ ഘടക പദാർത്ഥങ്ങളും ഒരേ അവസ്ഥയിലുള്ളതാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ സാമഗ്രികൾ, ആവശ്യമായിട്ടുള്ള സാമഗ്രികളൊക്കെ തന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ടാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ ഘടക പദാർത്ഥങ്ങൾ എല്ലാം, നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള എല്ലാ ഘടക പദാർത്ഥങ്ങളും ഒരേ അവസ്ഥയിലാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇവയെല്ലാം ഒരേ അവസ്ഥയിലാണോ? അല്ല. ചില ഘടക പദാർത്ഥങ്ങളൊക്കെ ഒരേ അവസ്ഥയിലാണ്, എന്നാൽ ചിലത് അങ്ങനെയല്ല. അടുത്ത ചോദ്യം എന്താണ്? അടുത്ത ചോദ്യം ദ്രാവകത്തിൽ ഖരവസ്തു അലിഞ്ഞു ചേർന്ന മിശ്രിതങ്ങൾ ഏതെല്ലാമാണ് എന്നാണ്. അപ്പോൾ ദ്രാവകത്തിൽ ഖരവസ്തു അലിഞ്ഞു ചേർന്ന മിശ്രിതങ്ങൾ ഉണ്ടാകുന്നുണ്ട് നമുക്കറിയാം. അപ്പോൾ ഏതാണ് ഉദാഹരണം എന്നുള്ളത് എടുത്ത് പറയേണ്ട കാര്യമില്ല. ഇപ്പോൾ നാരങ്ങ വെള്ളം നമുക്ക് പറയാവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2 ഖരവസ്തുക്കൾ ചേർന്ന മിശ്രിതങ്ങൾ ഉണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. 2 ഖരവസ്തുക്കൾ ചേർന്നപ്പോൾ മിക്സറിന് നമുക്ക് ഉദാഹരണം പറയാം. ഖരവസ്തുക്കൾ ചേർന്നല്ലേ മിക്സർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആഹാരമായിട്ട് കഴിക്കുന്ന മിക്സറിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഓക്കെ, അടുത്തത്, ഒന്നിൽ കൂടുതൽ ഖരവസ്തുക്കൾ ദ്രാവകത്തിൽ ലയിച്ചു ചേർന്ന മിശ്രിതങ്ങൾ ഏതെല്ലാം? ഇവിടെ തന്നിട്ടുള്ളത് വെച്ച് നമുക്ക് പറയാം. ORS ലായനി. ORSൽ എന്തൊക്കെയാണ് ഉൾച്ചേർന്നിട്ടുള്ളത്? പഞ്ചസാര, ഉപ്പ്, ജലം, അങ്ങനെയാണ് ORS ലായനി തയ്യാറാക്കുന്നത്. രണ്ടാമത് നമുക്ക് പറയാം പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലായനി എന്നുള്ളത്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലായനി. അപ്പോൾ ഇതിലെന്തൊക്കെയാണുള്ളത്? പൊട്ടാസ്യം പെർമാംഗനേറ്റും ജലവും ചേർന്നാണ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലായനി തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലായി 2 ഖരങ്ങൾ ചേർന്നും മിശ്രിതം ഉണ്ടാകും, 2 ദ്രാവകങ്ങൾ ചേർന്നും മിശ്രിതം ഉണ്ടാകും, ദ്രാവകവും ഖരവും ചേർന്ന് മിശ്രിതങ്ങൾ ഉണ്ടാകും. അതിൻ്റേതായിട്ടുള്ള അളവുകളും മറ്റ് കാര്യങ്ങളും ഒക്കെ വ്യത്യാസമുണ്ടാകും എന്നുള്ളതാണ്. ഇനി മിശ്രിതങ്ങളെ കുറിച്ച് കൂടുതലായി പറയുമ്പോൾ എല്ലാ ഘടക പദാർത്ഥങ്ങളും കാണാൻ കഴിയുന്ന മിശ്രിതങ്ങളുണ്ട്, എല്ലാ ഘടക പദാർത്ഥങ്ങളും കാണാൻ കഴിയാത്ത മിശ്രിതങ്ങളും ഉണ്ട്. ഇപ്പോൾ നാരങ്ങ വെള്ളം തന്നെ ഉദാഹരണമായിട്ട് എടുക്കുകയാണെങ്കിൽ അതിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള എല്ലാ പദാർത്ഥങ്ങളും നമുക്ക് കാണാനായിട്ട് കഴിയില്ല, അലിഞ്ഞു പോയിട്ടുണ്ടാവും അല്ലേ. ഇപ്പോൾ പഞ്ചസാരയാണെങ്കിലും ഉപ്പാണെങ്കിലും എന്താണ്, ആ ലായനിയിൽ അലിഞ്ഞു പോയിട്ടുണ്ടാകും. എന്നാൽ കാണാൻ കഴിയുന്നവയില്ലേ, ഇപ്പോൾ ചോക്കുപൊടി കലർത്തിയിട്ടുള്ള വെള്ളമാണെങ്കിൽ അതിൽ നമുക്ക് മിശ്രിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അതിൽ ഉപയോഗിച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ പാർട്ടിക്കിൾസ് ഒക്കെ. അപ്പോൾ ഘടക പദാർത്ഥങ്ങൾ കാണാൻ കഴിയുന്ന മിശ്രിതങ്ങളും ഉണ്ട്, കാണാൻ കഴിയാത്ത മിശ്രിതങ്ങളും ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പലതരത്തിലുള്ള മിശ്രിതങ്ങളൊക്കെ കണ്ടു. അപ്പോൾ ലീനം ലായകത്തിൽ ലയിച്ചു ചേർന്നാണ് ലായനികൾ ഉണ്ടാകുന്നത്. ഇത് നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ലീനം ലായകത്തിൽ ലയിച്ചു ചേർന്നാണ് ലായനികൾ ഉണ്ടാകുന്നത്. നമ്മൾ നേരത്തെ ഇത് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളതുപോലെ ഇവിടെ കുറച്ച് ഖര ദ്രാവക ലായനി, ദ്രാവക ലായനി, വാതക ദ്രാവക ലായനി, വാതക ലായനി, അങ്ങനെ വിവിധ തരത്തിലുള്ള ലായനികൾക്ക് ഉദാഹരണങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാവുന്നതൊക്കെയാണ് ഇവയെല്ലാം തന്നെ. ഖര ദ്രാവക ലായനി ഇപ്പോൾ പറഞ്ഞതാണ് പൊട്ടാസ്യം പെർമാംഗനേറ്റ്, ഉപ്പ് ലായനി, പഞ്ചസാര ലായനി, തുരിശ് ലായനി, ഇതെല്ലാം എന്താണ്? ഖര ദ്രാവക ലായനികളാണ്. ഇനി ദ്രാവക ലായനി എങ്ങനെയാണ് വരുന്നത്? 2 ദ്രാവകങ്ങൾ ചേർന്ന് വരുമ്പോൾ, ഒന്ന് വിനാഗിരി ഉദാഹരണമായിട്ട് പറയാം, പിന്നെ നമുക്ക് പറയാം ഗ്ലിസറിനും ജലവും, പെട്രോളിയവും മണ്ണെണ്ണയും, ആൽക്കഹോളും ജലവും ഒക്കെ എന്താണ്? ദ്രാവക ലായനിയാണ്. ഇനി വാതക ദ്രാവക ലായനിയോ? സോഡാജലം, ഓക്സിജനും ജലവും, അമോണിയ വാതകവും ജലവും ഒക്കെ വാതക ദ്രാവക ലായനിക്ക് ഉദാഹരണങ്ങളാണ്. 4ാമത്തെ ഭാഗമാണ് വാതക ലായനി. വായു ഒരു ലായനിയാണ്. നമുക്കറിയാം വായുവിൽ എന്തെല്ലാം ഘടകങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്. പ്രകൃതിവാതകം, ഇതെല്ലാം. അപ്പോൾ നമുക്കിവിടെ മനസ്സിലായി വിവിധ തരത്തിലുള്ള ലായനികളുണ്ട്. ഖര ദ്രാവക ലായനി, ദ്രാവക ലായനി, വാതക ദ്രാവക ലായനി, വാതക ലായനി. അപ്പോൾ പേര് സൂചിപ്പിക്കുന്ന പോലെ ഒന്ന് ഖരം മറ്റൊന്ന് ദ്രാവകം, അല്ലെങ്കിൽ 2 ദ്രാവകം, അല്ലെങ്കിൽ 2 വാതകം, അല്ലെങ്കിൽ 1 വാതകം മറ്റൊന്ന് ദ്രാവകം എന്നിങ്ങനെയായിരിക്കും വരുന്നത്. ഇത് കൂടാതെ ഖരത്തിലോട് തന്നെ ചേർന്നുകൊണ്ട് ഒരു ലായനി ഉണ്ടാവുകയാണെങ്കിലോ? അങ്ങനെ ഒരു സാഹചര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അപ്പം ലായനികളെ കുറിച്ച് നമുക്ക് കുറച്ചുകൂടി അറിയാം. വാതകം ഖരപദാർത്ഥത്തിൽ ലയിച്ചുണ്ടാകുന്ന ലായനികളുണ്ട്. അതുപോലെ തന്നെ ഖരപദാർത്ഥം മറ്റൊരു ഖരപദാർത്ഥത്തിൽ ലയിച്ചുണ്ടാകുന്ന ലായനികളും ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പല്ലേഡിയം എന്ന ഖരവും ഹൈഡ്രജൻ എന്ന വാതകവും ചേർന്നുണ്ടാകുന്ന ഒരു ലായനിയുണ്ട്. ഇത് ഖരവാതക ലായനിക്ക് ഒരു ഉദാഹരണമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ മറ്റൊന്ന്, ആഭരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സ്വർണം, പിച്ചള, വെങ്കലം തുടങ്ങിയ ലോഹസങ്കരങ്ങൾ ഖരം മറ്റൊരു ഖരത്തിൽ ലയിച്ച ലായനികളാണ്.
ഇപ്പോൾ സ്വർണം എന്ന് പറയുമ്പോൾ 916 സ്വർണം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അതായത് 1000 ഗ്രാം സ്വർണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് 916 ഗ്രാം സ്വർണവും 84 ഗ്രാം മറ്റ് ലോഹങ്ങളും ഇപ്പോൾ വെള്ളിയും ചെമ്പും ഒക്കെ ചേർക്കുന്നു എന്നുള്ളതാണ് ഈ 916 ഗോൾഡ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. കുറച്ചും കൂടെ നമുക്ക് യൂസ് ചെയ്യാൻ എളുപ്പമായിരിക്കും ഇത്തരത്തിലുള്ള മിക്സ്ചേഴ്സ് ചേർക്കുന്ന സമയത്ത്. അപ്പോൾ ഇതും എന്താണ്, ഒരു ലായനിയാണ്. ഖര ലായനിക്ക് ഉദാഹരണം നമുക്ക് സ്വർണം പറയാവുന്നതാണ്. സ്വർണം, പിച്ചള, വെങ്കലം ഇവയൊക്കെ ഖര ലായനികളാണ്. ഇനി ഇവിടെ താഴെ കുറച്ച് മിശ്രിതങ്ങൾ തയ്യാറാക്കുന്നതിനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരേ വലിപ്പമുള്ള ഗ്ലാസ്സുകളിൽ തുല്യ അളവിൽ വെള്ളം എടുത്ത് താഴെ പറയുന്നത് പോലെ തയ്യാറാക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒന്നാമത്തെ മിശ്രിതം പഞ്ചസാര അലിഞ്ഞു ചേർന്ന വെള്ളം, രണ്ടാമത്തേത് ഉപ്പ് ലായനി, മൂന്നാമത്തേത് ചോക്കുപൊടി കലർത്തിയിട്ടുള്ള വെള്ളം. അപ്പോൾ ഇതൊന്ന് കണക്കാക്കുകയാണെങ്കിൽ ഈ മിശ്രിതങ്ങളെല്ലാം ഒരുപോലെയാണോ? അല്ല, ഇവയൊന്നും ഒരുപോലെയല്ല. പഞ്ചസാര ലായനിക്കും ഉപ്പ് ലായനിക്കും സാമ്യങ്ങൾ എന്തൊക്കെയായിരിക്കും ഉണ്ടാവുക? രണ്ടും തെളിഞ്ഞ ലായനികളായിരിക്കും. ഇപ്പോൾ പഞ്ചസാരയാണെങ്കിലും ഉപ്പാണെങ്കിലും വെള്ളത്തിൽ പൂർണ്ണമായും ലയിച്ചു പോകും. അതായത് ഘടക പദാർത്ഥങ്ങളൊന്നും കാണാനായിട്ട് സാധിക്കില്ല. കുറച്ച് സമയത്തിന് ശേഷം എല്ലാ കണികകളും അടിയിൽ അടിഞ്ഞുകൂടുന്നുമില്ല. ഇനി ചോക്കുപൊടി കലർന്ന വെള്ളമാണെങ്കിലോ, ഉപ്പ് ലായനിയും ചോക്കുപൊടി ലായനിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അപ്പോൾ ഉപ്പ് ലായനിയിൽ ഉപ്പ് പൂർണ്ണമായിട്ടും ലയിച്ചിട്ടുണ്ടാവും. എന്നാൽ ചോക്കുപൊടി കലക്കിയ വെള്ളത്തിൽ ചോക്കുപൊടി പൂർണ്ണമായിട്ടും ലയിച്ചിട്ടുണ്ടാവില്ല. കുറച്ച് സമയത്തിന് ശേഷം ചോക്കുപൊടി അടിയിൽ അടിഞ്ഞുകൂടുന്നത് കാണാനായിട്ട് സാധിക്കും. പക്ഷേ ഉപ്പ് ലായനിയിൽ ഉപ്പ് ഒരിക്കലും അടിഞ്ഞുകൂടില്ല. ഇതാണ് ഈ 3 പദാർത്ഥങ്ങളും അലിഞ്ഞു ചേർന്നിട്ടുള്ള ദ്രാവകങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. ഇനി ഒരു പരീക്ഷണം കൂടെ നോക്കുകയാണെങ്കിൽ പഞ്ചസാര ലായനിയിൽ അതേ വലിപ്പമുള്ള ഒരു ഗ്ലാസ്സിൽ അതേ അളവിൽ വെള്ളമെടുത്ത് പഞ്ചസാര ഇളക്കാതെ വെക്കുക. പഞ്ചസാര അലിഞ്ഞു ചേർന്ന വെള്ളം പഞ്ചസാര ഇട്ട് ഇളക്കാത്ത വെള്ളവും 2 സ്ട്രോ ഉപയോഗിച്ച് ശ്രദ്ധയോടുകൂടി ആ ദ്രാവകങ്ങളുടെ ഭാഗത്ത് രുചി നോക്കുകയാണെങ്കിൽ പഞ്ചസാര അലിഞ്ഞു ചേർന്ന വെള്ളത്തിൻ്റെ മുകൾ ഭാഗത്ത് മധുരമായിരിക്കും ഉണ്ടാകുക, മധ്യഭാഗത്തും മധുരമായിരിക്കും ഉണ്ടാകുക. പഞ്ചസാര അലിഞ്ഞു ചേർന്നല്ലോ, അതുകൊണ്ട് അടിഭാഗത്തും എന്തായിരിക്കും? എല്ലാ ഭാഗത്തും മധുരമായിരിക്കും. എന്നാൽ പഞ്ചസാര ഇട്ടിട്ട് ഇളക്കാത്ത, പഞ്ചസാര അലിഞ്ഞു ചേരാത്ത ആ ഒരു ഭാഗത്ത് മുകൾ ഭാഗത്ത് മധുരം ഉണ്ടാവില്ല. മധ്യഭാഗത്തൊരു നേർത്ത മധുരമായിരിക്കും, അടിഭാഗത്ത് നല്ല മധുരമായിരിക്കും. ഇപ്പോൾ ചായയിൽ നമുക്കത് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും അല്ലേ? ഇപ്പോൾ ഇവിടെ ഈ ഒരു വ്യത്യാസം ഉണ്ടാവാനുള്ള കാരണം എന്താ? 2 മിശ്രിതങ്ങളിലും ഒരേ ഘടകങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്. നന്നായിട്ട് ഇളക്കിയിട്ടുള്ള ലായനിയിൽ പഞ്ചസാര പൂർണ്ണമായിട്ടും അലിഞ്ഞു ചേർന്ന് വെള്ളത്തിൽ തുല്യമായി വ്യാപിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ മധുരം എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കും ഉണ്ടാവുക. ഇളക്കാത്ത ലായനിയിലോ ഓരോ ഭാഗങ്ങളിലും പഞ്ചസാരയുടെ വിതരണം എന്തായിരിക്കും? വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് തന്നെ പഞ്ചസാര കൂടുതലും അടിഭാഗത്തായിരിക്കും കാണാൻ പറ്റുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മറ്റൊരാശയത്തിലേക്ക് എത്തുകയാണ്. ഏകാത്മക മിശ്രിതങ്ങളും ഭിന്നാത്മക മിശ്രിതങ്ങളും. ഒരു മിശ്രിതത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരേ സ്വഭാവമാണ് ഉള്ളത് എങ്കിൽ അത്തരം മിശ്രിതങ്ങളെയാണ് ഏകാത്മക മിശ്രിതങ്ങൾ അല്ലെങ്കിൽ ഹോമോജനസ് മിക്സ്ചേഴ്സ് എന്ന് പറയുന്നത്. ഒരു മിശ്രിതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത സ്വഭാവങ്ങളാണ് ഉള്ളത് എങ്കിൽ അത്തരം മിശ്രിതങ്ങളെയാണ് ഭിന്നാത്മക മിശ്രിതങ്ങൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹെട്രോജനസ് മിശ്രിതങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഹോമോജനസ് മിശ്രിതങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു മിശ്രിതത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരേ സ്വഭാവമായിരിക്കും അത് കാണിക്കുന്നുണ്ടാവുക. എന്നാൽ ഭിന്നാത്മക മിശ്രിതത്തിൽ അല്ലെങ്കിൽ ഹെട്രോജനസ് മിക്സ്ചേഴ്സിൽ ഒരു മിശ്രിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും വ്യത്യസ്ത സ്വഭാവമായിരിക്കും ആ മിശ്രിതം കാണിക്കുക. ഇത് ക്ലിയർ ആണോ? ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഉപ്പ് അലിഞ്ഞു ചേർന്ന വെള്ളം, ഉപ്പ് ഇളക്കി അലിയിക്കാത്ത വെള്ളം എന്നിവ ഒരേ മിശ്രിതങ്ങളാണോ? ഇവ ഒരുപോലെയുള്ള മിശ്രിതങ്ങളല്ലല്ലോ. ഇപ്പോൾ നമ്മൾ പഞ്ചസാരേൻ്റെ കേസ് പറഞ്ഞതുപോലെ തന്നെയാണ്. ഉപ്പ് അലിഞ്ഞു ചേർന്ന വെള്ളം ഏകാത്മക മിശ്രിതമാണ്, ഉപ്പ് ഇളക്കി അലിയാത്ത വെള്ളം ഭിന്നാത്മക മിശ്രിതവുമാണ്. അപ്പോൾ ഇത് രണ്ടും ഒരേ മിശ്രിതമാണോ? അല്ല. രണ്ടാമത്തേത്, ചോക്കുപൊടിയും വെള്ളവും ചേർന്ന മിശ്രിതം ഏകാത്മകമാണോ ഭിന്നാത്മകമാണോ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നമുക്കറിയാം ചോക്കുപൊടി മിശ്രിതം എങ്ങനെ ഉണ്ടാവുക? ചോക്കുപൊടി എല്ലാ ഭാഗത്തും പൂർണ്ണമായിട്ട്, ചോക്കുപൊടി ഫുള്ളായിട്ട് ലയിച്ചിട്ടുണ്ടാവില്ല. നമ്മൾ നേരത്തെ കണ്ടതാണ്, അടിഭാഗത്ത് ബാക്കി ഉണ്ടാകും, ഇതിൻ്റെ തരികൾ അവശേഷിക്കും എന്നൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചോക്കുപൊടി വെള്ളത്തിൽ പൂർണ്ണമായും ലയിക്കുന്നില്ല. ചോക്കുപൊടിയും വെള്ളവും ചേർന്ന മിശ്രിതം ഭിന്നാത്മക മിശ്രിതമാണ്. അടുത്ത ചോദ്യം,
കമ്പോസ്റ്റ് വളം, കോൺക്രീറ്റ്, നമ്മൾ കഴിക്കുന്ന മിക്സ്ചർ, ഇവയെല്ലാം ഏത് തരം മിശ്രിതങ്ങളാണ് എന്നുള്ളതാണ്. ഇവിടെ തന്നിട്ടുള്ള കമ്പോസ്റ്റ് വളമായാലും കോൺക്രീറ്റ് ആയാലും മിക്സ്ചർ ആണെങ്കിലും ഇവയിൽ എല്ലായിടത്തും ഒരേപോലെ ഘടകങ്ങളൊന്നും വിതരണം ചെയ്യപ്പെടുന്നില്ല. നമുക്ക് മിക്സ്ചറിൻ്റെ കേസ് തന്നെ എടുത്താൽ തന്നെ അറിയാം, വിവിധ സ്ഥലങ്ങളിൽ വിവിധ ടേസ്റ്റുകളായിരിക്കും അല്ലേ. അപ്പോൾ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഇവ വ്യത്യസ്ത ഗുണങ്ങളാണ് പൊതുവെ കാണിക്കുന്നത്. അപ്പം അതുകൊണ്ട് എന്താണ്, ഇവ മൂന്നും തന്നെ ഭിന്നാത്മക മിശ്രിതങ്ങൾക്ക് ഉദാഹരണമാണ്. അപ്പം ഇവിടെ കുറച്ച് ഉദാഹരണങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഏകാത്മക മിശ്രിതത്തിന് നമുക്ക് വായു പറയാം, ലായനികൾ ORS ലായനി, നാരങ്ങ വെള്ളം, പെർമാംഗനേറ്റ് ലായനി, പൊട്ടാസ്യം പെർമാംഗനേറ്റ് നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, അത് ഇത്തരത്തിലുള്ള സാധനങ്ങളെല്ലാം എന്താണ്, ഏകാത്മക മിശ്രിതങ്ങളാണ്. ഭിന്നാത്മക മിശ്രിതത്തിന് നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ കമ്പോസ്റ്റ്, കോൺക്രീറ്റ്, ചെളിവെള്ളം, ഈ മിക്സ്ചർ, ഇപ്പം നമ്മൾ പറഞ്ഞ മിക്സ്ചർ, ചോക്കുപൊടി ലായനി, പയറ് കടല മിശ്രിതം, ഇത്തരത്തിലുള്ള അച്ചാറുകൾ, നമ്മൾ ആദ്യം പറഞ്ഞ അച്ചാറുകൾ, ഇവയെല്ലാം എന്താണ്, ഭിന്നാത്മക മിശ്രിതങ്ങളാണ്. അങ്ങനെ ഇവിടെ താഴെ ഒരു സെൻറ്റൻസ് തന്നിട്ടുണ്ട്. എല്ലാ ലായനികളും മിശ്രിതങ്ങളാണ്, എന്നാൽ എല്ലാ മിശ്രിതങ്ങളും ലായനികളല്ല. ഇത് ശരിയാണോ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എല്ലാ ലായനികളും മിശ്രിതങ്ങളാണ്. കാരണം എന്താ? അവയിൽ രണ്ടോ അതിലധികമോ പദാർത്ഥങ്ങൾ ഒരുപോലെ തന്നെ സംയോജിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ എല്ലാ മിശ്രിതങ്ങളും ലായനികളല്ല. കാരണം എന്താണ്? കാരണം വെള്ളവും മണലും ചേർന്നാൽ മിശ്രിതമാകും, അല്ലെങ്കിൽ വെള്ളവും എണ്ണയും ചേർന്നാലും മിശ്രിതമാകും. എന്നാൽ ഇവയൊന്നും ഏകാത്മക മിശ്രിതങ്ങളുമല്ല. ഏകാത്മക മിശ്രിതങ്ങൾ മാത്രമേ ലായനികളാകുന്നുള്ളൂ. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയാണ്. എല്ലാ ലായനികളും മിശ്രിതങ്ങളാണ്, എന്നാൽ എല്ലാ മിശ്രിതങ്ങളും ലായനികളല്ല. ഇനി ഈ ഉദാഹരണത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്കത് കുറച്ചുകൂടെ ക്ലിയർ ആവും. അപ്പോൾ ഏകാത്മക മിശ്രിതത്തിന് ഉദാഹരണം നമ്മൾ പറഞ്ഞു നാരങ്ങ വെള്ളം, വിനീഗർ പറഞ്ഞു, വിനീഗർ നമുക്ക് പറയാം. ഭിന്നാത്മക മിശ്രിതത്തിൽ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? കോൺക്രീറ്റ്, കമ്പോസ്റ്റ്, അച്ചാറുകൾ പോലെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഏകാത്മക മിശ്രിതങ്ങൾ മാത്രമേ ലായനികളാകുന്നുള്ളൂ. ഭിന്നാത്മക മിശ്രിതങ്ങൾ ലായനികളല്ല, മിക്സ്ചേഴ്സാണ്, മിശ്രിതങ്ങളാണ്. അപ്പോൾ എല്ലാ ലായനികളും മിശ്രിതങ്ങളാണ്, എന്നാൽ എല്ലാ മിശ്രിതങ്ങളും ലായനികളല്ല. ഇത് പഠിച്ചു വെക്കണം കേട്ടോ. ചിലപ്പോൾ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിച്ചാൽ നിങ്ങൾക്കിത് ഉപകാരപ്പെടും. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു വായു ഒരു മിശ്രിതമാണ്. വായുവിലെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? നൈട്രജൻ ഉണ്ട് 78%, കാർബൺ ഡൈ ഓക്സൈഡ് 0.04% കാർബൺ ഡൈ ഓക്സൈഡാണ് വായുവിലുള്ളത്. ഓക്സിജൻ 21% വായുവിലുള്ളത്. മറ്റുള്ളവയെല്ലാം ചേർത്ത് 0.96% വായുവിൽ അടങ്ങിയിട്ടുണ്ട്. നമ്മളിത് കഴിഞ്ഞ ക്ലാസ്സിൽ പൈ ഡയഗ്രാമായിട്ട് വരച്ച് പറഞ്ഞത് ഓർമ്മയുണ്ടോ? അത് തന്നെയാണ് കേട്ടോ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നൈട്രജൻ 78% ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഇത്ര ശതമാനം, ഓക്സിജൻ ഇത്ര ശതമാനം, മറ്റുള്ളവ ഇത്രയുമാണ് വരുന്നത്. ഇതെല്ലാമാണ് വായുവിലെ ഘടകങ്ങൾ. വായു എന്ന് പറയുന്നത് എന്താണ്? ഒരു മിശ്രിതമാണ്. ഈ വായുവിലെ ഈ ഘടകങ്ങളെല്ലാം തന്നെ ഇതേ അളവിൽ തന്നെ നിലനിൽക്കേണ്ടതാണ്. കാരണം എന്താണ്? ശ്വസനം, പ്രകാശ സംശ്ലേഷണം പോലെയുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ വായുവിലെ ഈ ഘടകങ്ങളൊക്കെ പ്രയോജനപ്പെടുന്നുണ്ട്. വായുവിൽ ഇതേപോലെ തന്നെ തന്നിരിക്കുന്ന ഈ അളവിൽ നിന്നും മാറി കാർബൺ ഡൈ ഓക്സൈഡ് കൂടുകയും ഓക്സിജൻ കുറയുകയൊക്കെ ചെയ്താൽ എന്ത് സംഭവിക്കും? ആ ഒരു തുലനാവസ്ഥ നഷ്ടപ്പെടും, ഇപ്പോഴുള്ള താളം നഷ്ടപ്പെടും അല്ലേ. അപ്പോൾ ഇതിനെല്ലാം തന്നെ കൃത്യമായിട്ടുള്ള അളവുണ്ട്. ഈ ഒരു അളവിൽ നിലനിൽക്കേണ്ട ആവശ്യവുമുണ്ട്. ഇനി പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പുകയിൽ പല തരത്തിലുള്ള വിവിധ ഇനം വിഷപദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇവ അന്തരീക്ഷ വായുവിൽ കലരുന്നത് വായുവിൻ്റെ സന്തുലനാവസ്ഥയെ ബാധിക്കുകയും മനുഷ്യനുൾപ്പെടെയുള്ള ജീവജാലങ്ങളുടെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യും. നമ്മളോട് പറയാറില്ലേ പ്ലാസ്റ്റിക് കത്തിക്കരുത്, അതിനെ ശാസ്ത്രീയമായി തന്നെ സംസ്കരിക്കണം എന്നുള്ളത്. അപ്പോൾ മനുഷ്യൻ്റെ ഇടപെടലുകൾ വായുവിലെ ഘടകങ്ങളുടെ സന്തുലനാവസ്ഥയെ ബാധിക്കാതെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണ് എന്നുള്ളത് ഇവിടെ നിന്ന് മനസ്സിലായല്ലോ. ഇതൊരു മിശ്രിതമാണ്. അതിലെ ഘടകങ്ങൾ അതിൻ്റേതായിട്ടുള്ള കറക്റ്റായിട്ടുള്ള അളവിൽ തന്നെ ഉണ്ടെങ്കിലാണ് ആ ഒരു ബാലൻസ് നിലനിൽക്കുകയുള്ളൂ, സന്തുലനാവസ്ഥ നിലനിൽക്കുകയുള്ളൂ. ഇനി ഇവിടെ മറ്റൊരു ആക്ടിവിറ്റിയാണ് തന്നിട്ടുള്ളത്. പഞ്ചസാര ലായനിയിൽ ജലവും പഞ്ചസാരയും ഉണ്ട്. എന്നാൽ ജലത്തിൽ ലയിച്ച് ചേർന്ന് പഞ്ചസാര എന്ത് സംഭവിച്ചു? അലിഞ്ഞു ചേർന്ന് ഇല്ലാതെയായി, കാണാൻ സാധിക്കാതെയായി. അപ്പം അതെന്തുകൊണ്ടാണ് എന്നുള്ളത് മനസ്സിലാക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ് തന്നിട്ടുള്ളത്. അതിനായിട്ട് വലിയൊരു പ്ലാസ്റ്റിക് ഭരണി വേണം, കരിങ്കൽ കഷ്ണങ്ങൾ മെറ്റൽ ഒരു 500 ഗ്രാം വേണം, ചെറുപയർ, റവ എന്നിവയാണ് ആവശ്യമായിട്ടുള്ളത്. ഇവിടെ പ്ലാസ്റ്റിക് ഭരണിയിൽ മെറ്റലിട്ട് നന്നായിട്ട് കുലുക്കി ഇറക്കുക.
മെറ്റലിൻ്റെ അളവ് മാർക്കർ പേന കൊണ്ട് ഭരണിയുടെ പുറം ഭാഗത്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ടാകണം. ഓക്കെ, ഇതിലേക്ക് ചെറുപയറിട്ട് ഭരണി നന്നായിട്ട് ഇളക്കുക. ഇപ്പോൾ മെറ്റലിൻ്റെ ഉയരം കൂടിയിട്ടുണ്ടോ? ശേഷം റവ ഭരണിയിലിട്ട് നന്നായിട്ട് തട്ടിയിറക്കുക. അതിനുശേഷം എന്ത് മാറ്റമാണ് വന്നിട്ടുള്ളത്? അപ്പോൾ ഇവിടെ മെറ്റലിൻ്റെ അളവ് നമ്മളിവിടെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഈ മെറ്റലിനിടയിലൂടെ ഈ ചെറുപയറായാലും റവയാണെങ്കിലും ഇറങ്ങിപ്പോവും. അപ്പോൾ എന്ത് സംഭവിക്കും? ഇതിൻ്റെ ഉയരത്തിന് മാറ്റമൊന്നും വരില്ല. ഇവിടെ ഭരണിയിൽ മെറ്റലിട്ട് നന്നായി കുലുക്കി അമർത്തിയ ശേഷം, ഉദാഹരണത്തിന് 10 സെൻറ്റിമീറ്റർ ആണ് വരുന്നത് എങ്കിൽ ചെറുപയറിട്ട് ഭരണിയിൽ കുലുക്കിയ ശേഷവും 10 സെൻറ്റിമീറ്റർ തന്നെയായിരിക്കും, മാറ്റം വരില്ല. റവ ഇട്ടാലും അതുപോലെ തന്നെയായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ ചെറുപയറും റവയും ഇട്ട് കുലുക്കിയ ശേഷം ഭരണിക്കുള്ളിലെ മെറ്റലിൻ്റെ ഉയരത്തിന് മാറ്റം വരുന്നില്ല. കാരണം എന്താണ്? അവ മെറ്റലുകൾക്കിടയിൽ അടിഞ്ഞുകൂടുകയാണ് ചെയ്യുന്നത്. ഈ ചെറുപയർ മണികൾ എവിടെയാണ് പോയത്? ചെറുപയർ മണികൾ ഈ വലിയ വലിയ മെറ്റൽ പീസിൻ്റെ ഇടയിലേക്കായിട്ട് പോയിട്ടുണ്ടാവും. അപ്പോൾ അവ അതിനടിയിലേക്ക് വിടവുകളിലേക്ക് ചെന്നു. ഈ റവയുടെ തരികൾ എങ്ങോട്ടേക്കാണ് പോയിട്ടുള്ളത്? ഈ ചെറുപയറാണെങ്കിലും മെറ്റൽ പീസസ് ആണെങ്കിലും റവയേക്കാൾ വലുതായതുകൊണ്ട് തന്നെ അതിന് ഇടയിലായിട്ട് ഗ്യാപ്പ് ഉണ്ടാവും, ആ ഒരു വിടവുണ്ടാവും. ആ ഏറ്റവും ചെറിയ വിടവുകളിലേക്ക് റവയുടെ തരികളും പോയിട്ടുണ്ടാവും. ഇതൊക്കെ നിങ്ങൾക്കൊന്ന് അസ്യൂം ചെയ്യാൻ പറ്റുന്നില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഭരണിയിലെ മെറ്റലിലേക്ക് റവയും ചെറുപയറും ഇട്ട് കുലുക്കിയപ്പോൾ ഇവയ്ക്ക് മൂന്നിനും സ്ഥിതി ചെയ്യാൻ വേണ്ട ആകെ ഇടത്തിന് വ്യത്യാസമുണ്ടോ? ഇല്ല, ഇതിനൊന്നും തന്നെ വ്യത്യാസമില്ല. ഇവയ്ക്ക് വ്യത്യാസമൊന്നും വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പം മെറ്റലിനിടയിൽ ചെറുപയറിനും അവയ്ക്കിടയിൽ റവത്തരിക്ക് നിൽക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? മെറ്റൽ കഷ്ണങ്ങൾക്കിടയിൽ വലിയ വിടവുകളുണ്ട്, ചെറുപയറുകൾ അതിൽ അടിഞ്ഞുകൂടുന്നു. എന്നാൽ അതേസമയം റവ രണ്ടിനും ഇടയിലുള്ള ചെറിയ വിടവുകളിൽ അടിഞ്ഞുകൂടുന്നു. ഈ ധാന്യങ്ങൾക്കൊക്കെ, അല്ലെങ്കിൽ റവയ്ക്കാണെങ്കിലും ചെറുപയറിനാണെങ്കിലും, മെറ്റൽ കഷ്ണത്തിന് ഇടകളിലുള്ള ഗ്യാപ്പിനേക്കാൾ കൂടുതൽ സ്ഥലം ആവശ്യമില്ല എന്നുള്ളതാണ്. അവ വളരെ ചെറുതായതുകൊണ്ട് ഈ സ്പേസിൽ അവ ഉൾക്കൊള്ളുന്നു. അപ്പോൾ ഇവിടെ ഈ ഒരു പരീക്ഷണം പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, പഞ്ചസാര ലായനിയിലെ പഞ്ചസാര കണങ്ങൾ എവിടേക്കാണ് പോകുന്നത്? എല്ലായിടത്തും പഞ്ചസാര ഒരുപോലെ തന്നെ ലയിച്ച് ചേർന്നിട്ടുണ്ട്, എന്നാൽ പഞ്ചസാര കാണുകയും ചെയ്തില്ല. അപ്പോൾ ഈ പഞ്ചസാര ലായനികൾ എത്ര ചെറിയ തരികളായിട്ട് മാറിയിട്ടാണ് ജലത്തിൽ ചേർന്നിട്ടുണ്ടാവുക? ഈ തന്നിട്ടുള്ള പഞ്ചസാര തരികൾ കുറച്ചുകൂടെ പൊടിക്കുകയാണെങ്കിൽ, പഞ്ചസാര ചെറുതായിട്ട് കുറച്ചുകൂടി ചെറിയ തരികളാക്കി മാറ്റുകയാണ് എന്നുണ്ടെങ്കിൽ, ഈ ചെറുതരികൾ പിന്നീട് ചെറുതാക്കി മാറ്റാനായിട്ട് സാധിക്കും. ഇവിടെ തന്നിട്ടുള്ള ഈ ഒരു ചിത്രം നിരീക്ഷിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അതായത് ഒരു ചെറുതരി എടുത്ത് അത് മൈക്രോസ്കോപ്പിൽ വെച്ച് നിരീക്ഷിക്കുകയാണെങ്കിൽ ഇതുപോലെ പഞ്ചസാര തരിയുണ്ട്. അതിനുശേഷം അത് പഞ്ചസാര തരി പൊടിച്ചതായിട്ട് നമുക്ക് കാണാം. പിന്നീട് പഞ്ചസാര തരി പിന്നെയും പൊടിച്ചത്, അങ്ങനെ പൊടിച്ച് മൈക്രോസ്കോപ്പിലൂടെ മാത്രം കാണാൻ കഴിയുന്ന വളരെ ചെറിയ പഞ്ചസാര പൊടിയായിട്ട് നമുക്കതിനെ മാറ്റാൻ പറ്റും. അതിനുശേഷം മൈക്രോസ്കോപ്പ് കൊണ്ട് വീണ്ടും കാണാൻ കഴിയാത്ത അത്ര തീരെ ചെറിയ പഞ്ചസാര പൊടിയായി മാറ്റാൻ പറ്റും. പഞ്ചസാരയുടെ എല്ലാ സ്വഭാവ ഗുണങ്ങളോടും കൂടി ഏറ്റവും ചെറിയ കണികയായിട്ട് വരെ ഈ ഒരു തരിയെ മാറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ അതെന്താണ്? ഒരു തന്മാത്രയാണ്. അപ്പോൾ എന്താണ് തന്മാത്ര? ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളോടും കൂടിയ അതിൻ്റെ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര എന്നത്. എല്ലാ പദാർത്ഥങ്ങളും തന്മാത്രകളാൽ നിർമ്മിതമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതും മനസ്സിലാക്കി വയ്ക്കുക. എന്താണ് തന്മാത്ര? ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളോടും കൂടിയ അതിൻ്റെ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര എന്ന് പറയുന്നത്. തന്മാത്ര. അപ്പോൾ എല്ലാ പദാർത്ഥങ്ങളും തന്നെ തന്മാത്രകളാൽ നിർമ്മിതമാണ്. ഇനി നമ്മുടെ പുരാതന ഭാരതത്തിലെ തത്വചിന്തകനും പണ്ഡിതനുമായിരുന്നു കണാദൻ എന്ന് പറയുന്നത്. കണാദൻ BC 2-ാം ശതകത്തിലോ 6-ാം ശതകത്തിലോ ജീവിച്ചിരുന്നതായിട്ടാണ് അനുമാനിക്കുന്നത്. ഇദ്ദേഹം വിഭജിക്കാൻ കഴിയാത്ത സൂക്ഷ്മകണങ്ങളെ ചേർന്നാണ് എല്ലാ പദാർത്ഥങ്ങളും രൂപപ്പെടുന്നത് എന്നാണ് വിശ്വസിച്ചിരുന്നത്. വിഭജിക്കാൻ കഴിയാത്ത സൂക്ഷ്മകണങ്ങൾ ചേർന്നാണ് എല്ലാ പദാർത്ഥങ്ങളും രൂപപ്പെടുന്നത് എന്ന് വിശ്വസിച്ചിട്ടുള്ളത് കണാദനാണ്. സൂക്ഷ്മകണങ്ങൾക്ക് അദ്ദേഹം പരമാണു എന്നൊരു പേര് നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സൂക്ഷ്മകണങ്ങൾക്ക് പരമാണു എന്ന് പേര് നൽകിയിട്ടുള്ളത് കണാദനാണ്. ഇദ്ദേഹം വിഭജിക്കാൻ കഴിയാത്ത സൂക്ഷ്മകണങ്ങൾ ചേർന്നാണ് എല്ലാ പദാർത്ഥങ്ങളും രൂപപ്പെടുന്നത് എന്ന് മനസ്സിലാക്കുകയും ചെയ്ത തത്വചിന്തകനും പണ്ഡിതനുമായിരുന്നു കണാദൻ.
അപ്പോൾ തന്മാത്ര എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കി. ഇത്തരത്തിൽ വിഭജിക്കാൻ കഴിയാത്ത ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളോടും കൂടി ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു പദാർത്ഥം എന്ന് പറയുമ്പോൾ ഖരമുണ്ട്, ദ്രാവകമുണ്ട്, വാതകം എന്നീ അവസ്ഥകളിലൊക്കെയാണ് ഉള്ളതെന്ന് നമുക്കറിയാം. ഈ അവസ്ഥകളിൽ പദാർത്ഥങ്ങൾക്ക് സ്ഥിതി ചെയ്യാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? തന്മാത്രകളുടെ അടിസ്ഥാനത്തിൽ നമുക്കിത് പറയുകയാണെങ്കിൽ ഇതിൽ ഏറ്റവും അടുത്തായിട്ട് ഈ പദാർത്ഥങ്ങളിൽ ഖരമാവട്ടെ, ദ്രാവകമാവട്ടെ, വാതകമാവട്ടെ മൂന്നും വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഒരു പദാർത്ഥത്തിൻ്റെ ഏതവസ്ഥയിലാണ് തന്മാത്രകൾ ഏറ്റവും അടുത്തിരിക്കുന്നത്? ഖരത്തിലാണ് ഏറ്റവും അടുത്തായിട്ട് തന്മാത്രകൾ ഉള്ളത്. ഇനി പദാർത്ഥത്തിൻ്റെ ഏതവസ്ഥയിലാണ് തന്മാത്രകൾ ഏറ്റവും അകന്നിരിക്കുന്നത്? ചിത്രത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്, അല്ലാതെ ഈ ആശയങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. വാതകത്തിലാണ് ഏറ്റവും അകലെയായിട്ട് തന്മാത്രകൾ ഉള്ളത്. ഖരപദാർത്ഥങ്ങൾക്ക് നിശ്ചിത രൂപമുണ്ട്. ഖരപദാർത്ഥങ്ങൾക്ക് നിശ്ചിത രൂപമുള്ളതും വാതകം, ദ്രാവകം എന്നിവയ്ക്ക് നിശ്ചിത ആകൃതി അല്ലെങ്കിൽ രൂപം ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? അതിന് കാരണവും ഇത് തന്നെയാണ്. ഖരവസ്തുക്കളിൽ തന്മാത്രകൾ വളരെ അടുത്തായിട്ട് ക്ലോസ് ആയിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. തന്മാത്രകൾക്കിടയിലുള്ള ആകർഷണ ബലവും അതുകൊണ്ട് തന്നെ എന്താണ്? കൂടുതലാണ്. ഖരവസ്തുക്കളുടെ തന്മാത്രകൾ ദൃഢമായി ഒരു നിശ്ചിത ശ്രേണിയിൽ ക്രമീകരിച്ചിരിക്കുന്നത് കൊണ്ട് അവയ്ക്ക് എന്താണ്? ഒരു നിശ്ചിത ആകൃതിയുണ്ട്. ഓക്കെ ആണോ? ഇനി ദ്രാവകങ്ങളിലും വാതകങ്ങളിലും നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ്? ദ്രാവകങ്ങളിലും വാതകങ്ങളിലും തന്മാത്രകൾ സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കുന്നത് നമുക്കറിയാം. അപ്പം ഇങ്ങനെ സ്വതന്ത്രമായി സഞ്ചരിക്കുമ്പോൾ ദ്രാവകങ്ങൾ ഒഴുകുകയും അവ ഉൾക്കൊള്ളുന്ന പാത്രത്തിൻ്റെ ആകൃതി സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ വാതകത്തിൽ ഇവയുടെ തന്മാത്രകൾ കുറച്ചുകൂടി സ്വാതന്ത്ര്യമുള്ളവയാണ്. ഈ വാതകങ്ങൾക്ക് ഇത് ലഭ്യമായ എല്ലാ സ്ഥലത്തേക്കും വ്യാപിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഇവയ്ക്കും പ്രത്യേകമായിട്ടൊരു ആകൃതി ഇല്ലാത്തത്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു വന്നത് തന്മാത്രകളെ കുറിച്ചാണ്. എന്നാൽ തന്മാത്രകളാണോ ഏറ്റവും ചെറിയ കണങ്ങൾ എന്ന് പറയുന്നത്? തന്മാത്രകളേക്കാൾ ചെറിയ കണങ്ങളാണ് ആറ്റങ്ങൾ. ആറ്റങ്ങൾ ചേർന്നാണ് തന്മാത്രകൾ ഉണ്ടാകുന്നത്. അതിനായിട്ട് ഇപ്പോൾ നമുക്ക് പറയാം, 2 ഹൈഡ്രജൻ ആറ്റങ്ങളും 1 ഓക്സിജൻ ആറ്റവും ചേർന്നാണ് ഒരു ജല തന്മാത്ര ഉണ്ടാകുന്നത്. അതുപോലെ 12 കാർബൺ ആറ്റങ്ങളും 22 ഹൈഡ്രജൻ ആറ്റങ്ങളും 11 ഓക്സിജൻ ആറ്റങ്ങളും ചേർന്നാണ് പഞ്ചസാര തന്മാത്ര ഉണ്ടാകുന്നത്. ഇതിൻ്റെ ഒരു കോമ്പോസിഷനാണ് നമ്മളിവിടെ പറഞ്ഞത്. അപ്പോൾ ഇത്തരത്തിൽ ആറ്റങ്ങൾ ചേർന്നുകൊണ്ടാണ് തന്മാത്ര ഉണ്ടാകുന്നത്. തന്മാത്രയേക്കാൾ ചെറിയ കണിക ഏതാണ്? ആറ്റങ്ങളാണ്. തന്മാത്രയേക്കാൾ ചെറിയ കണങ്ങളാണ് ആറ്റങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ആറ്റങ്ങൾ നമ്മൾ കണ്ടു, തന്മാത്രകൾ കണ്ടു. നമ്മൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നത് മിശ്രിതത്തെ കുറിച്ചാണ്. ഒന്നിലധികം പദാർത്ഥങ്ങൾ കൂടി ചേർന്നാണ് മിശ്രിതം ഉണ്ടാകുന്നത് നമുക്കറിയാം. ഇപ്പോൾ നമ്മൾ തന്മാത്രകളെ കുറിച്ചും ആറ്റങ്ങളെക്കുറിച്ചും പഠിച്ചു. അപ്പോൾ ഈ മിശ്രിതത്തിൽ ഒന്നിലധികം തരം തന്മാത്രകൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയില്ലേ? ഉണ്ട്. അപ്പോൾ വിവിധ തരത്തിലുള്ള പദാർത്ഥങ്ങളിലെ തന്മാത്രകളെ സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ചിത്രമാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് നമുക്ക് അടുത്ത ആശയത്തിലേക്ക് കിടക്കാം. ഈ ചിത്രങ്ങളൊക്കെ നിരീക്ഷിക്കുക. എന്നിട്ട് ചോദ്യം ഇതാണ്. അപ്പോൾ ഈ ചിത്രങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ എ എന്ന പദാർത്ഥത്തിൽ എത്ര തരം തന്മാത്രകൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്? ഇതിൽ ഒരേ ഒരു ഇനം തന്മാത്രകൾ മാത്രമേ ഉള്ളൂ. എല്ലാം ഒരേപോലെയല്ലേ ഉള്ളത്. അപ്പം ഇതിൽ ഒരേ ഒരു തരം തന്മാത്ര മാത്രമേ ഉള്ളൂ. എന്നാൽ ബിയിൽ എങ്ങനെയാണ്? ബിയിൽ 2 തരം തന്മാത്രകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മിശ്രിതങ്ങളിൽ വ്യത്യസ്ത ഇനം തന്മാത്രകളുണ്ട്. ചില പദാർത്ഥങ്ങളിൽ ഒരേ തരം തന്മാത്രകൾ ഉണ്ടാകുന്നു. ഇവയെയാണ് ശുദ്ധ പദാർത്ഥങ്ങൾ എന്ന് പറയുന്നത്. എന്നാൽ ചിലതിൽ വ്യത്യസ്ത തരം തന്മാത്രകളാണ് ഉള്ളത്. ഇപ്പോൾ ഇതെല്ലാം വ്യത്യസ്ത ഇനം മിശ്രിതങ്ങളാണല്ലോ. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാം, മിശ്രിതങ്ങളിൽ വ്യത്യസ്ത ഇനം തന്മാത്രകളായിരിക്കും ഉണ്ടാകുന്നത്. ചില പദാർത്ഥങ്ങളിൽ ഒരേ തരം തന്മാത്രകളായിരിക്കും ഉണ്ടാകുന്നത്. ഇതിനെ നമ്മൾ ശുദ്ധ പദാർത്ഥങ്ങൾ എന്ന് പറയുന്നു. ഇതിലേതൊക്കെയാണ് മിശ്രിതങ്ങൾ എന്ന് പറയുന്നത്? ബിയും സിയുമാണ് മിശ്രിതങ്ങൾ എന്ന് പറയുന്നത്. ഇതിൽ ചിത്രങ്ങൾ എ, ബി, സി, ഡി എന്നിവ നിരീക്ഷിക്കുമ്പോൾ നമുക്കറിയാം ബിയിലും സിയിലും വ്യത്യസ്ത ഇനം തന്മാത്രകളുണ്ട്. എന്നാൽ എയിലും ഡിയിലും അങ്ങനെയല്ല, ഒരേപോലെയുള്ളവയാണ് കാണപ്പെടുന്നത്. ഒരേ തരത്തിലുള്ളവയുടെ കൂട്ടമാണ് അല്ലെങ്കിൽ മിശ്രിതമാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ എയും ഡിയും എന്താണ്? ശുദ്ധ പദാർത്ഥങ്ങളാണ്. എയും ഡിയും ശുദ്ധ പദാർത്ഥങ്ങളാണ്. ഇവിടെ തന്നിട്ടുണ്ട് പ്യുവർ സബ്സ്റ്റൻസ് എന്നത്. ചില പദാർത്ഥങ്ങൾ
ഒരേ തരം തന്മാത്രകൾ ചേർന്നുണ്ടാകുന്നവയാണ് ഇവയാണ് ശുദ്ധപദാർത്ഥങ്ങൾ. എന്നാൽ ചിലത് വ്യത്യസ്ത ഇനം തന്മാത്രകൾ ചേർന്നുണ്ടാകുന്നതാണ്. ഇപ്പോൾ ഇവിടെ തന്നിട്ടുള്ളതുപോലെ ബി, സി എന്നിവ, ഇവയെ നമ്മൾ മിശ്രിതങ്ങൾ എന്ന് പറയുന്നു. എയും ഡിയും എന്താണ്? ശുദ്ധപദാർത്ഥങ്ങളാണ്. ഇങ്ങനെ ഒരേ ഇനം തന്മാത്രകൾ അടങ്ങിയ പദാർത്ഥങ്ങളും വ്യത്യസ്ത ഇനം തന്മാത്രകൾ അടങ്ങിയ പദാർത്ഥങ്ങളും നമുക്ക് ചുറ്റിലും ഉണ്ട്. അപ്പൊ ഈ ചിത്രത്തിൽ നിന്ന് അത് ക്ലിയർ ആണല്ലോ. എന്താണ് ശുദ്ധപദാർത്ഥങ്ങൾ എന്ന് പറയുന്നത്? ഒരേ ഇനം തന്മാത്രകൾ കൊണ്ടുണ്ടായ പദാർത്ഥങ്ങളെയാണ് ശുദ്ധപദാർത്ഥങ്ങൾ എന്ന് പറയുന്നത്. മിശ്രിതങ്ങളിൽ വ്യത്യസ്ത തന്മാത്രകളായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പം മിശ്രിതം എന്ന് പറയുമ്പോൾ വ്യത്യസ്ത തന്മാത്രകളാണ്. ഒരേ ഇനം തന്മാത്രകൾ കൊണ്ടുണ്ടാക്കിയ പദാർത്ഥങ്ങളെയാണ് ശുദ്ധപദാർത്ഥങ്ങൾ എന്ന് പറയുന്നത്. മാലിന്യമില്ലാത്ത ജലം ഒരു ശുദ്ധപദാർത്ഥമാണ്. എന്തുകൊണ്ടാണ്? മാലിന്യമില്ലാത്ത ജലം എന്ന് പറയുമ്പോൾ അതിൽ ഒരേ ഒരു ഇനം തന്മാത്ര മാത്രമേ അടങ്ങിയിട്ടുണ്ടാവുള്ളൂ. ഏതാണ്? H2O എന്ന ആ ഒരു ജലത്തിൻ്റെ തന്മാത്ര. അതുകൊണ്ട് എന്താണ്? അത് ശുദ്ധപദാർത്ഥമാണ്. മാലിന്യമില്ലാത്ത ജലം ഒരു ശുദ്ധപദാർത്ഥമാണ്. സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അതുകൂടാതെ ഉള്ള ശുദ്ധപദാർത്ഥങ്ങളാണ് ഇരുമ്പും ചെമ്പും ചേർന്നത്. ഇവർ ശുദ്ധപദാർത്ഥങ്ങളാണ്. കാർബൺ ഒരു ശുദ്ധപദാർത്ഥമാണ്. ജലം നമ്മളിപ്പോൾ പറഞ്ഞു, ശുദ്ധജലം ശുദ്ധപദാർത്ഥമാണ്. ഓക്സിജൻ, ഹൈഡ്രജൻ എന്നിവയും ശുദ്ധപദാർത്ഥങ്ങളാണ്. കാർബൺ ഡൈ ഓക്സൈഡും ഒരു ശുദ്ധപദാർത്ഥമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ശുദ്ധപദാർത്ഥം എന്താണ് എന്നുള്ളതും അതുപോലെ മിശ്രിതം എന്താണ് എന്നുള്ളതും മനസ്സിലാക്കി. കുറച്ചുകൂടി അത് മനസ്സിലാക്കാൻ വേണ്ടി ഉദാഹരണങ്ങൾ തന്നിട്ടുണ്ട്. ഇവിടെ പദാർത്ഥങ്ങൾ തന്നിട്ടുണ്ട്. അതുപോലെ അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ഈ പദാർത്ഥങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള തന്മാത്രകൾ ഏതാണ് എന്ന് തന്നിട്ടുണ്ട്. നമ്മൾ ഇതിൽ നിന്നും ഇവ ശുദ്ധപദാർത്ഥമാണോ അതോ മിശ്രിതമാണോ എന്നുള്ളത് വേണം പറയാനായിട്ട്. ഒന്നാമത് കഞ്ഞിയാണ്. ജലം, ഉപ്പ്, മറ്റു പദാർത്ഥങ്ങൾ ചേർന്നിട്ടുള്ള ഒന്നാണ് കഞ്ഞി എന്ന് പറയുന്നത്. ഇതെന്താണ്? ഒരു മിശ്രിതമാണ്. പെൻസിൽ ഗ്രാഫൈറ്റ്, ഇതിലെന്താണ്? ഗ്രാഫൈറ്റ് ആണ് അടങ്ങിയിട്ടുള്ളത്. ഗ്രാഫൈറ്റിൽ മറ്റെന്തെങ്കിലും ഉള്ളതായിട്ട് നമുക്കറിയോ? ഇല്ല, ശുദ്ധപദാർത്ഥമാണ്. പഞ്ചസാരയിൽ പഞ്ചസാര തന്നെയാണ്, ശുദ്ധപദാർത്ഥമാണ്. സോഡാവെള്ളത്തിൽ കാർബൺ ഡൈ ഓക്സൈഡും ജലവും അടങ്ങിയിട്ടുണ്ട്. ഇത് ഒരു മിശ്രിതം. അടുത്തത് എന്താണ്? സംഭാരം എന്ന് പറയുമ്പോൾ ജലം, ഉപ്പ്, മറ്റു പദാർത്ഥങ്ങളൊക്കെ ചേർന്നിട്ടാണ്. അതുകൊണ്ട് എന്താണ്? ഇതൊരു മിശ്രിതമാണ്. ജലമാണ് അടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് ഇതൊരു ശുദ്ധപദാർത്ഥമാണ്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് എന്താണ് അടങ്ങിയിട്ടുള്ളത്? പൊട്ടാസ്യം പെർമാംഗനേറ്റ് തന്നെയാണ്. ഇതൊരു ശുദ്ധപദാർത്ഥമാണ്. ഇനി സ്വർണ്ണാഭരണം എന്നത് സ്വർണം, വെള്ളി, ചെമ്പ് എന്നിവ ചേർന്നിട്ടുള്ള ഒരു പദാർത്ഥമാണ് സ്വർണ്ണാഭരണം. ഇത് ശുദ്ധപദാർത്ഥമാണോ മിശ്രിതമാണോ നിങ്ങൾക്ക് വിട്ടിരിക്കുന്നു കേട്ടോ. അതുപോലെ തന്നെ സ്വർണത്തിൽ സ്വർണം തന്നെയാണുള്ളത്. ഇത് ശുദ്ധപദാർത്ഥമാണോ മിശ്രിതമാണോ നിങ്ങൾ നോക്കിയിട്ട് കണ്ടെത്തിക്കോളൂ കേട്ടോ. ഇതുവരെ പറഞ്ഞത് വെച്ച് ഇത് ഈസി ആയിട്ട് കിട്ടാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് മിശ്രിതമാണോ ശുദ്ധപദാർത്ഥമാണോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ശുദ്ധമായ വെളിച്ചെണ്ണ ഒരു ശുദ്ധപദാർത്ഥമാണോ? ശുദ്ധമായ വെളിച്ചെണ്ണ, അതുപോലെ ശുദ്ധമായ പാൽ, ശുദ്ധമായ നെയ്യ് എന്നിങ്ങനെയുള്ള പരസ്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ശുദ്ധമായത് എന്ന ഈ വാക്ക് ശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്നത് പരസ്യത്തിൽ ഉപയോഗിക്കുന്ന അർത്ഥത്തിലല്ല. ശുദ്ധമായ വെളിച്ചെണ്ണ എന്നാൽ അതിൽ മറ്റ് എണ്ണകളോ ഘടകങ്ങളോ അടങ്ങിയിട്ടില്ല എന്നാണ് വിപണിയിൽ അർത്ഥമാക്കുന്നത്. എന്നാൽ ഇത് ശാസ്ത്രീയമായി ചിന്തിക്കുമ്പോൾ വെളിച്ചെണ്ണ മറ്റ് പല ഘടകങ്ങളുടെയും തന്മാത്രകൾ അടങ്ങിയിട്ടുള്ള ഒരു ഏകാത്മക മിശ്രിതമാണ്. അപ്പം ഇതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. ശുദ്ധം എന്ന് പറയുമ്പോൾ ഘടക പദാർത്ഥങ്ങളോ മറ്റെണ്ണകളോ ഒന്നും ചേർന്നിട്ടില്ല എന്നുള്ളതല്ല. ഇവിടെ മറ്റ് പല ഘടകങ്ങളുടെയും തന്മാത്രകൾ അടങ്ങിയിട്ടുള്ള ഏകാത്മക മിശ്രിതമാണ് എന്നുള്ളതാണ് ശുദ്ധം എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് ശുദ്ധപദാർത്ഥം എന്നുള്ളതും എന്താണ് മിശ്രിതം എന്നുള്ളതും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പം നോക്കാം അടുത്ത്. അപ്പോൾ എന്താണ് ശുദ്ധപദാർത്ഥം എന്നുള്ളതും എന്താണ് മിശ്രിതം എന്നുള്ളതും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലായി പദാർത്ഥം എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ്. ഒന്ന് ശുദ്ധപദാർത്ഥം. ഉദാഹരണങ്ങൾ എന്തൊക്കെ പറയാനായിട്ട് സാധിക്കും? ഓക്സിജൻ, സ്വർണം, ഇരുമ്പ്, ജലം, സോഡിയം ക്ലോറൈഡ് അങ്ങനെയുള്ളതൊക്കെ ശുദ്ധപദാർത്ഥമാണ്. ഇനി മിശ്രിതത്തിലേക്ക് വരുമ്പോൾ എന്താണ്? മിശ്രിതം രണ്ട് തരത്തിൽ പറയുന്നുണ്ട്. ഏകാത്മക മിശ്രിതവും ഭിന്നാത്മക മിശ്രിതവും. ഏകാത്മക മിശ്രിതത്തിന് ഉദാഹരണമായിട്ട് നമുക്ക് ഉപ്പ് ലായനി, വായു, പിച്ചള, പഞ്ചസാര ലായനി പോലെയുള്ളതൊക്കെ പറയാം. ഭിന്നാത്മക മിശ്രിതത്തിലേക്കോ നമ്മൾ ആദ്യം പറഞ്ഞ സാലഡ്, മണലും ഇരുമ്പും എണ്ണയും വെള്ളവും ഒക്കെ എന്താണ്? ഭിന്നാത്മക മിശ്രിതത്തിന് ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഇത് ക്ലിയർ ആണല്ലോ. പദാർത്ഥങ്ങൾ രണ്ട് തരത്തിലാണ്, ശുദ്ധപദാർത്ഥങ്ങളും മിശ്രിതങ്ങളും. മിശ്രിതങ്ങൾ പിന്നീട് ഏകാത്മകവും ഭിന്നാത്മകവും എന്നിങ്ങനെ രണ്ടായിട്ട് തരംതിരിക്കുന്നു. ഓക്കെ അല്ലേ?
അപ്പോൾ മിശ്രിതങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വിവിധ തരത്തിലുള്ള ഒന്നിലധികം പദാർത്ഥങ്ങൾ കൂടിച്ചേർന്നവയാണ് അല്ലെങ്കിൽ കൂടിക്കലർന്നവയാണ് മിശ്രിതങ്ങൾ എന്ന് പറയുന്നു. അപ്പോൾ മിശ്രിതങ്ങൾ ഇവിടെ താഴെ തന്നിട്ടുണ്ട് കുറച്ച് മിശ്രിതങ്ങൾ. ഇപ്പൊ കല്ല് കലർന്ന അരി, മണലും ഇരുമ്പ് പൊടിയും കലർന്നത്. അപ്പോൾ ഈ മിശ്രിതങ്ങളെ അതിനുള്ള ഘടകവർണ്ണങ്ങളായിട്ട് വേർതിരിക്കാനായിട്ട് പറ്റുമോ? അതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഇവിടെ തന്നിട്ടുള്ള ഈ അരിയും കല്ലും ഒരേ നിറത്തിലാണോ? അല്ല, ഇവയ്ക്ക് രണ്ടിനും വ്യത്യസ്ത നിറമാണ്, അതുപോലെ തന്നെ വ്യത്യസ്ത ആകൃതിയുമാണ് ഉള്ളത്, ഒരേ ആകൃതിയുമല്ല. ഇവയിൽ ഏത് മിശ്രിതത്തിലെ ഘടകങ്ങളെയാണ് കൈകൊണ്ട് പെറുക്കി മാറ്റാൻ പറ്റുക? നമുക്കറിയാം, കല്ല് കലർന്ന അരി നമ്മളത് ചെയ്യാറുള്ളതാണ്. ഇതിനെ കൈകൊണ്ട് പെറുക്കി മാറ്റാനായിട്ട് സാധിക്കും. കല്ലിന് അരിയുടെ അതേ വലിപ്പവും നിറവും ആയിരുന്നെങ്കിൽ എങ്ങനെ പെറുക്കി മാറ്റുമായിരുന്നു? അങ്ങനെ മാറ്റാൻ പറ്റുമോ? അങ്ങനെ സാധിക്കില്ല. ഒരേപോലെ അല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഈസി ആയിട്ട് കൈകൊണ്ട് പെറുക്കി മാറ്റാൻ പറ്റുന്നത്. അതായത് ഈസി എന്ന് ഉദ്ദേശിച്ചത് ഒരേ വലിപ്പവും ഒരേ നിറവും ആയിരുന്നെങ്കിലുള്ള ബുദ്ധിമുട്ട് ഇപ്പോഴില്ല എന്നുള്ളതാണ്. ഓക്കെ, അടുത്തത് ഇരുമ്പ് പൊടി മണലിൽ നിന്ന് കൈകൊണ്ട് പെറുക്കിയെടുക്കാൻ പറ്റുമോ? നേരത്തെ നമ്മൾ ഒരു മാഗ്നറ്റിന്റെ എക്സാമ്പിൾ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു മാഗ്നറ്റ് ഉപയോഗിച്ച് നമുക്ക് വേർതിരിക്കാനായിട്ട് സാധിക്കും. നേരത്തെ പറഞ്ഞ അരിയിൽ പറഞ്ഞതുപോലെ പറ്റില്ല, പക്ഷെ നമുക്ക് വേർതിരിച്ചെടുക്കാൻ സാധിക്കും അല്ലെ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. കാന്തം ഉപയോഗിച്ചുകൊണ്ട് ഇരുമ്പ് പൊടി നമുക്ക് മണലിൽ നിന്ന് വേർതിരിച്ചെടുക്കാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടാ? ഇരുമ്പ് കാന്തികമാണ്, എന്നാൽ മണല് കാന്തികമല്ല. അതുകൊണ്ട് എന്താണ്? ഇരുമ്പ് പൊടി മണലിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നതിന് സാധിക്കും. കാരണം എന്താണ്? ഇരുമ്പ് പൊടി കാന്തികമാണ്, മണല് കാന്തിക ഗുണമുള്ളവയല്ല. അപ്പൊ അങ്ങനെ ഘടക പദാർത്ഥങ്ങളുടെ സ്വഭാവ സവിശേഷത അനുസരിച്ചാണ് ഈ മിശ്രിതങ്ങളിൽ നിന്ന് അവയെ വേർതിരിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഘടക പദാർത്ഥങ്ങളിൽ കാന്തിക സ്വഭാവം ഉണ്ടെങ്കിൽ നമുക്ക് അവയെ കാന്തം ഉപയോഗിച്ചുകൊണ്ട് വേർതിരിക്കാം. അല്ലാത്തവയാണ് ഇപ്പൊ വലിപ്പത്തിലും ആകൃതിയിലും നിറത്തിലും ഒക്കെ വ്യത്യാസമുണ്ട് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് അവയെ വേർതിരിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇവിടെ മറ്റു കുറച്ച് സാഹചര്യങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. ചായയിൽ നിന്ന് ചായപ്പൊടി എങ്ങനെയാണ് വേർതിരിച്ചെടുക്കുന്നത്? ചായയിൽ നിന്ന് ചായപ്പൊടി നമ്മൾ എങ്ങനെയാണ് അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്, ഫിൽട്ടർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു സ്ട്രെയിനർ ഉപയോഗിച്ചുകൊണ്ട് ഫിൽട്ടർ ചെയ്താണ് നമ്മളിവിടെ അരിച്ചെടുത്തുകൊണ്ടാണ് ചായപ്പൊടി നമ്മൾ മാറ്റുന്നത്. ഇനി അരി വേവിക്കുന്നതിന് മുൻപ് കഴുകുമ്പോൾ അരിയിൽ നിന്ന് ചെറിയ കല്ലുകൾ എങ്ങനെയാണ് നീക്കം ചെയ്യുന്നത്? ഇപ്പോൾ അരി വേവിക്കുന്നതിന് മുൻപ് ഇതെല്ലാം നമ്മുടെ നിത്യജീവിതമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതായതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ എളുപ്പമുണ്ട് മനസ്സിലാക്കാൻ. അപ്പോൾ ആ ഒരു രീതിയിൽ ചിന്തിച്ചാൽ മതി. അരി വേവിക്കുന്നതിന് മുൻപ് അത് കഴുകുമ്പോൾ എന്ത് സംഭവിക്കും? ചെറിയ കല്ലുകളൊക്കെ പാത്രത്തിൻ്റെ അടിഭാഗത്തേക്ക് താഴ്ന്നു പോകും. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് അരിയിൽ നിന്ന് ചെറിയ കല്ലുകളെ നീക്കം ചെയ്യാനായിട്ട് സാധിക്കും. കലങ്ങിയ വെള്ളം ശുദ്ധീകരിക്കുന്നത് എങ്ങനെയാണ്? കലങ്ങിയ വെള്ളം ഫിൽട്രേഷനോ സെഡിമെന്റേഷനോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ശുദ്ധീകരിച്ചിട്ട് അതിലെ മണ്ണും ചെളിയും ഒക്കെ നീക്കുന്നതിനായിട്ട് സാധിക്കും. അങ്ങനെ കലങ്ങിയ വെള്ളം ശുദ്ധീകരിക്കാനായിട്ട് സാധിക്കും. ഇനി വീട് പണികൾക്ക് ഉപയോഗിക്കുന്ന മണലിൽ നിന്ന് ചരലും മറ്റ് മാലിന്യങ്ങളും എങ്ങനെ വേർതിരിക്കും? അത് അരിച്ചെടുക്കുന്നതിലൂടെ. കണ്ടിട്ടില്ലേ, വലിയ അരിപ്പ വെച്ചിട്ട് രണ്ടുപേരും നിന്നിങ്ങനെ അരിച്ചരിച്ച് അവയെ മാറ്റുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് വീട് പണിക്ക് ഉപയോഗിക്കുന്ന മണലിൽ നിന്ന് ചരലും മറ്റ് മാലിന്യങ്ങളൊക്കെ വേർതിരിക്കുന്നത്. അങ്ങനെ വിവിധ തരത്തിലുള്ള മാർഗങ്ങളിലൂടെയാണ് ഈ മിക്സ്ചേഴ്സിനെ വേർതിരിച്ച് ഘടക പദാർത്ഥങ്ങളാക്കുന്നത്. പ്രധാന കാരണം എന്തുകൊണ്ടാണ് ഓരോ രീതി ഉപയോഗിക്കുന്നതിന്? ഘടക പദാർത്ഥങ്ങളുടെ സ്വഭാവ സവിശേഷതകൾ കൊണ്ടാണ് വിവിധ തരത്തിലുള്ള വേർതിരിക്കൽ പ്രക്രിയ ഉപയോഗിക്കുന്നത്. ഇനിയും ഒരുപാട് ഉദാഹരണങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. ഉപ്പളങ്ങളിൽ കടൽ വെള്ളത്തിൽ നിന്ന് ഉപ്പ് വേർതിരിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഈ ചിത്രത്തിൽ തന്നിട്ടുള്ളത്. മണലിൽ നിന്ന് ഇരുമ്പ് പൊടി വേർതിരിക്കുന്നത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നെല്ലിൽ നിന്ന് പതിര് വേർതിരിക്കുന്നു, തൈരിൽ നിന്ന് വെണ്ണ വേർതിരിക്കുന്നു. ഇവിടെ ഘടക പദാർത്ഥങ്ങളെ വേർതിരിക്കാനായിട്ട് എന്തെല്ലാമാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ള ഒരു സവിശേഷത അല്ലെങ്കിൽ ഒരു മാർഗം എന്ന് പറയുന്നത്? ഉപ്പളങ്ങളിൽ നിന്ന് ഉപ്പളങ്ങളിൽ കടൽ വെള്ളത്തിൽ നിന്ന് ഉപ്പ് വേർതിരിക്കുന്നത് ബാഷ്പീകരണം വഴിയാണ്. ഇപ്പം ഇവിടെ ഇങ്ങനെ ശേഖരിക്കുമ്പോൾ ബാഷ്പീകരണം നടത്തി ഉപ്പ് വേർതിരിച്ചെടുക്കാനായിട്ട് സാധിക്കും. മണലിൽ നിന്ന് ഇരുമ്പ് പൊടി വേർതിരിക്കുന്നത് മാഗ്നറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ്, അതിൻ്റെ കാന്തിക സ്വഭാവം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ്. നെല്ലിൽ നിന്ന് പതിര് വേർതിരിക്കുമ്പോൾ നമുക്ക് ഇത് കാറ്റ് വീശുന്ന ദിശയ്ക്ക് അനുസരിച്ചായിരിക്കും ഇത്തരത്തിൽ ഇവിടെ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളതുപോലെ അവർ വേർതിരിച്ചെടുക്കുന്നത്. അപ്പം കാറ്റത്തിട്ടിട്ടാണ് ഇവ നെല്ലും പതിനുമൊക്കെ വേർതിരിച്ചെടുക്കുന്നത്. തൈരിൽ നിന്ന് വെണ്ണ വേർതിരിച്ചെടുക്കുന്നത് എങ്ങനെയാണ്? കടയൽ ചെയ്താണ്. ഇപ്പം ഈ കടകോൽ ഉപയോഗിച്ച് കടഞ്ഞാണ് ഇതിൽ തൈരും വെണ്ണയും ഒക്കെ വേർതിരിച്ചെടുക്കുന്നത്.
അതിനുശേഷം കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഇവിടെ തന്നിട്ടുള്ള നമ്മളിപ്പോൾ സംസാരിച്ച ആ ഒരു ഉദാഹരണങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണ്. അവസ്ഥാമാറ്റത്തെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ലയിച്ചു ചേർന്ന ഘടകത്തെ വേർതിരിക്കുന്ന സന്ദർഭം ഏതാണ്? ഇവിടെ പദാർത്ഥങ്ങളിൽ അവസ്ഥാമാറ്റം സംഭവിക്കുന്നു. ഏതിലാണ്? ഉപ്പളങ്ങളിൽ കടൽ വെള്ളത്തിൽ നിന്ന് ഉപ്പ് വേർതിരിക്കുന്നത് അവസ്ഥാമാറ്റം, അവയുടെ അവസ്ഥ മാറ്റം വരുന്നത് കൊണ്ടാണ് ഉപ്പളങ്ങളിൽ കടൽ വെള്ളത്തിൽ നിന്ന് ഉപ്പ് വേർതിരിക്കുന്നത്. അങ്ങനെയാണ്. അടുത്തത്, തൈരിൽ നിന്ന് വെണ്ണ വേർതിരിക്കുന്ന രീതി മറ്റുള്ളവയിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന്. ഇപ്പം തൈര് കടയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? തൈര് കടയുന്ന സമയത്ത് ശക്തമായിട്ടുള്ള ഭ്രമണബലം ഉണ്ടാകുന്നുണ്ട്. ഇത് കാരണം ഭാരം കുറഞ്ഞ വെണ്ണ തൈരിൽ നിന്ന് വേർപെട്ടു പോകും. അങ്ങനെയാണ് ഈ തൈര് കടഞ്ഞെടുക്കുന്നത്. നമ്മൾ കണ്ടിട്ടില്ലേ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെയുള്ള ഈ പ്രവൃത്തിയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ? ഇതുപോലെ ചെയ്യുന്ന സമയത്ത് ഭാരം കുറഞ്ഞ വെണ്ണ തൈരിൽ നിന്ന് വേർപെട്ടു പോകുന്നു. അങ്ങനെയാണ് ഇത് വേർതിരിച്ചെടുക്കുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഘടകത്തിൻ്റെ കാന്തിക സ്വഭാവം പ്രയോജനപ്പെടുത്തി വേർതിരിക്കുന്നത് ഏതാണ്? നമുക്കറിയാം ഇരുമ്പ് പൊടി, നമ്മളൊരു ചാപ്റ്ററായിട്ട് തന്നെ കാന്തത്തെക്കുറിച്ച് പഠിച്ചതാണ്. അപ്പോൾ മണലിൽ നിന്ന് ഇരുമ്പ് പൊടി വേർതിരിക്കുന്നതാണ് കാന്തിക സ്വഭാവം ഉപയോഗിച്ചുകൊണ്ട് വേർതിരിക്കുന്ന ഒരു രീതി. അടുത്തത്, നെല്ലും പതിരും വേർതിരിക്കാൻ അവയുടെ എന്ത് സവിശേഷതയാണ് പ്രയോജനപ്പെടുത്തിയിട്ടുള്ളത്? നെല്ലിൻ്റെയും പതിരിൻ്റെയും ഭാരം തന്നെയാണ്. കാരണം ഇത് കാറ്റത്തിട്ടിട്ടാണല്ലോ നമ്മൾ വേർതിരിച്ചെടുക്കുന്നത്. അപ്പോൾ നെല്ലിൻ്റെയും പതിരിൻ്റെയും ഭാരത്തിലെ വ്യത്യാസമാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള ഒരു സവിശേഷത, ആ ഘടകങ്ങളുടെ സവിശേഷത എന്ന് പറയുന്നത്. അപ്പോൾ ഘടകവസ്തുക്കളുടെ സ്വഭാവം അനുസരിച്ച് വേർതിരിക്കലിൻ്റെ രീതിയും വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇത്രയും ഉദാഹരണങ്ങൾ പറഞ്ഞതിലൂടെ നമ്മളിപ്പോൾ മനസ്സിലാക്കിയെടുത്തിട്ടുള്ളത്. അപ്പം അങ്ങനെ വിവിധ തരത്തിലുള്ള വേർതിരിക്കൽ രീതിയെക്കുറിച്ച് നമ്മളിവിടെ മനസ്സിലാക്കി. ഇനി നമ്മുടെ ശരീരത്തിനുള്ളിലെ മാലിന്യ വേർതിരിക്കൽ പ്രക്രിയ എങ്ങനെയാണെന്ന് നോക്കാം. രക്തത്തിൽ നിന്നും മാലിന്യങ്ങളെ അരിച്ചു മാറ്റുന്ന അരിപ്പകളാണ് വൃക്കകൾ. രക്തത്തിൽ നിന്നും മാലിന്യങ്ങളെ അരിച്ചു മാറ്റുന്ന അരിപ്പകളാണ് വൃക്കകൾ എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ ഏകദേശം 5 ലിറ്റർ രക്തമാണ് ഉള്ളത്. ഈ രക്തം നിരന്തരമായി നമ്മുടെ വൃക്കകളിൽ കൂടി അരിക്കലിന് വിധേയമാകുന്നു. ഇത് ശരീരത്തിൽ സ്വാഭാവികമായി നടക്കുന്ന വേർതിരിക്കൽ പ്രക്രിയയാണ്. ഇതാണ് നമ്മുടെ ശരീരത്തിൽ സ്വാഭാവികമായി നടക്കുന്ന ഒരു വേർതിരിക്കൽ പ്രക്രിയ. നമ്മുടെ വൃക്കകൾ തകരാറ് സംഭവിച്ചു, നമ്മുടെ വൃക്കകൾക്ക് എന്തെങ്കിലും തകരാറ് സംഭവിക്കുകയാണ് എങ്കിൽ ഈ അരിക്കൽ പ്രക്രിയ കുറഞ്ഞ് രോഗി ഒരു ഗുരുതരമായിട്ടുള്ള രോഗാവസ്ഥയിലേക്കാണ് നീങ്ങുന്നത്. ഇത്തരം രോഗികളെ ഈ അരിക്കൽ പ്രക്രിയ നടക്കണമല്ലോ, അതിനായിട്ട് സഹായിക്കുന്ന കൃത്രിമ അരിക്കൽ പ്രക്രിയയായിട്ട് ഡയാലിസിസ് എന്നൊരു പ്രക്രിയയാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ കൃത്രിമമായിട്ട് ഇത്തരത്തിലൊരു അരിക്കൽ പ്രക്രിയ നടത്തുന്ന രീതിയാണ് ഡയാലിസിസ് എന്നത്. ഡയാലിസിസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ശരീരത്തിനുള്ളിലെ മാലിന്യങ്ങൾ വേർതിരിക്കുന്ന, അരിച്ചെടുക്കുന്ന പ്രക്രിയ എന്ന് പറയുന്നത്. ശുദ്ധപദാർത്ഥങ്ങളും മിശ്രിതങ്ങളും ഒക്കെ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ധാരാളം സന്ദർഭങ്ങളിൽ, പല സന്ദർഭങ്ങളിലും പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതുവരെ മിശ്രിതത്തിൻ്റെയും ശുദ്ധപദാർത്ഥത്തിൻ്റെയും ഒക്കെ സവിശേഷതകളും അവയുടെ ഉപയോഗങ്ങളും ഒക്കെ മനസ്സിലാക്കി. ഇതൊക്കെ എന്തിനായിരുന്നു? നമ്മുടെ നിത്യജീവിതത്തിൽ, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഇവയെല്ലാം കൂടുതൽ സഹായകരമാവുകയാണ് ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അതിന് മാത്രമല്ല, ആവശ്യമായിട്ടുള്ള സന്ദർഭങ്ങളിൽ പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാക്കാനും ഇവ വേർതിരിക്കുന്ന രീതികൾ ഉപയോഗപ്പെടുത്താനും നമുക്ക് സാധിക്കണമെന്നുള്ളത് കൊണ്ട് ഇവയെല്ലാം സ്വഭാവമായാലും സവിശേഷതയായാലും അവയുടെ ഉപയോഗമായാലും എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ശുദ്ധപദാർത്ഥങ്ങളെക്കുറിച്ചും മിശ്രിതങ്ങളെക്കുറിച്ചും ഒക്കെ നമ്മൾ മനസ്സിലാക്കി. ചെറിയ ക്ലാസ്സാണ്, അതിനായിട്ട് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വലിയ ക്ലാസ്സിൽ പഠിക്കുന്നതായിരിക്കുമെന്ന് ഇവിടെ തന്നെ നൽകിയിട്ടുണ്ട്. ഈ ഒരു അധ്യായത്തിൽ തന്നെ ഫിനിഷ് ചെയ്യുമ്പോൾ അങ്ങനെയാണ് നൽകിയിട്ടുള്ളത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. പറഞ്ഞ അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. എല്ലാം തന്നെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട് നമുക്കൊന്ന് നമ്മുടെ ചുറ്റുപാടും ഒന്ന് നോക്കിയാൽ മനസ്സിലാകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ, ഒന്ന് ഒബ്സർവ് ചെയ്താൽ മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു അധ്യായത്തിലുള്ളത്. ആക്ടിവിറ്റികളിലൂടെ പറഞ്ഞു പോയാൽ മാത്രമേ നമുക്ക് ഇവയിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. അത്തരത്തിലൊരു ലളിതമായിട്ടുള്ളൊരു അധ്യായമായിരുന്നു. പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. മാത്രമല്ല, നമ്മുടെ പരീക്ഷണങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങളും ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് പരീക്ഷണങ്ങൾ പൂർണ്ണമായും നമുക്ക് ഒഴിവാക്കാവുന്നവയല്ല. അതുകൊണ്ട് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. പറഞ്ഞത്രയും കാര്യങ്ങൾ ഒരു ശ്രദ്ധയോടുകൂടി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.